ചെറിയ ചെറിയ കുട്ടികൾ പോലും ചാക്കും മറ്റും ഉപയോഗിച്ച് തണുപ്പിനെ നേരിടുന്ന രംഗം കണ്ണിൽ കണ്ടതുകൊണ്ടാണ് ഇത്രയും ഒരു വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞൊരു പതിറ്റാണ്ടായി ഫോക്കസ് ഇന്ത്യ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദരിദ്രരായ ആളുകൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ, മാനുഷിക സഹായങ്ങൾ, അതുകൂടാതെ വിദ്യാഭ്യാസ രംഗം, ഇതുപോലെയുള്ള ഒരുപാട് മേഖലകളിൽ ഫോക്കസ് ഇന്ത്യ സജീവമായി കഴിയുന്ന ഇടയിൽ, ചെറിയ ഇടമാണെങ്കിൽ അവിടെ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അതിശൈത്യം നേരിടുകയാണ് ഉത്തരേന്ത്യ. വളരെ കഷ്ടപ്പെട്ട ആളുകൾക്ക് പുതുപ്പെത്തിച്ചു കൊടുക്കുക എന്നുള്ള ഫോക്കസ് ഇന്ത്യയുടെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 12,000 കുടുംബങ്ങളെ നേരിട്ട് സ്ഥിരമായി ഫോക്കസ് ഇന്ത്യയുടെ സഹായത്തിലുണ്ടെങ്കിലും കഴിഞ്ഞ വർഷവും വെറും 2,000 ബ്ലാങ്കറ്റുകൾ മാത്രമാണ് നമ്മൾക്ക് കൊടുക്കാനായത്, 400 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ബ്ലാങ്കറ്റ് പദ്ധതിയിലേക്ക് നിങ്ങളെല്ലാവരുടെയും പരമാവധി സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2 വർഷം മുമ്പുള്ള എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. 2 വർഷങ്ങൾക്ക് മുമ്പ് ബ്ലാങ്കറ്റ് വിതരണം ചെയ്യാൻ ഞാൻ തന്നെ നേരിട്ട് പോയ സമയത്ത് മിക്ക വീട്ടിൽ 14ഉം 15ഉം ആളുകളുള്ള വീടുകളിൽ പോലും 1ഉം 2ഉം ബ്ലാങ്കറ്റുകൾ കൊടുത്ത് മടങ്ങുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ചെറിയ ചെറിയ കുട്ടികൾ പോലും ചാക്കും മറ്റും ഉപയോഗിച്ച് തണുപ്പിനെ നേരിടുന്ന രംഗം കണ്ണിൽ കണ്ടതുകൊണ്ടാണ് ഇത്രയും വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. പരമാവധി ഇതിലേക്ക് സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ.